പോറ്റമ്മയുടെ കൈ കൊടുത്തേച്ച് പറഞ്ഞ, അമ്മേ ഈ കുഞ്ഞിനെ വളർത്തണം, പെങ്കൊച്ച, ആരുമില്ലാത്തതാ, അനാഥയാ, ചാകാറായി കിടന്നതാ, മരണഭക്തത്തിൽ അകപ്പെട്ട് കിടന്നതാ, ആർക്കും വേണ്ടാതെ കിടന്നതാ. ഞാനതിൻ്റെ ആരംഭ കാര്യങ്ങളൊക്കെ ചെയ്ത് തരിക. ഇതിനെ വളർത്തണം, പെങ്കൊച്ച, സൂക്ഷിച്ച് വളർത്തിക്കോണം, നല്ലതുപോലെ ഇവളെ വളർത്തണം, കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം, പഠിപ്പിക്കേണ്ടതൊക്കെ പഠിപ്പിക്കണം, പക്വതയെ വളർത്തണം, പാകതയാക്കി തരണം. ഇവള് വളർന്ന് മിടുക്കിയായി, സുമുഖയായി, സുന്ദരിയായി, മിടുമിടുക്കിയാകുമ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഇവളെ അങ്ങ് കൊണ്ടുപോക്കോളാം. തിരിച്ചാമെന്ന് ഇവളെ കൊണ്ടുപോക്കണം. ഇപ്പം ഞാൻ ആടുകളെ തീറ്റാൻ ഗിലിയാദിൻ്റെ വടക്കേ ചെരുവിലോട്ട് പോവുക. അമ്മ ഇവളെ വളർത്തിക്കോണം. മിടുക്കിയാകുമ്പോൾ തിരിച്ചിഞ്ഞ് വരാണ്. എന്തിനേറെ ഞാനധികം വിസ്തരിക്കുന്നില്ല. ഈ പോറ്റമ്മ ഈ അനാഥ കുഞ്ഞിനെ ഏറ്റെടുത്ത് നന്നായിട്ട് വളർത്തി, കൊടുക്കേണ്ടതെല്ലാം കൊടുക്കേണ്ട സമയത്ത് കൊടുത്ത് ഇവളെ മിടുമിടുക്കിയാക്കി. അതൊക്കെ വേറെ വാക്യമൊക്കെ ചോർത്തൊക്കെ കോർത്തിണക്കിയാ പറയേണ്ടത്. അതിന് തത്തുല്യമായ പാട്ടുമൊക്കെ ചേർത്ത് അതിനൊന്നും സമയമില്ല. കർത്താവിന് മഹത്വം, ദൈവത്തിന് സ്വതന്ത്രം. എല്ലാം ഞാൻ ഇടയ്ക്കത്തെ എല്ലാം അങ്ങ് വിടുക. അങ്ങനെ ഈ പോറ്റമ്മ ഇവളെ വളർത്തി മിടുക്കിയാക്കി, മിടുമിടുക്കിയായി. നല്ല അമ്മയ്ക്ക് വളർത്താനറിയാം. കൊച്ചുങ്ങൾക്ക് അതിൻ്റെ ക്രമത്തിലാണ് അതുങ്ങളെ വളർത്തുന്നത്. കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കും. പണ്ടൊക്കെ പിള്ളേർക്ക് കൊച്ചിലെ ഒരമരുന്ന് കൊടുക്കുമായിരുന്നു. അതെന്തിനാ അമ്മ, എന്തിനാ ഒരമരുന്ന് കൊടുക്കുന്നത്? വിരയുടെ ശല്യം, വിരശല്യം കുറയ്ക്കാനാ, ഉണ്ടാക്കാതിരിക്കാനാ. ഒരമരുന്ന് ഇല്ല, അവിടെ ആരാ പറഞ്ഞേ? അതാ ഒരമരുന്ന് എനിക്ക് തന്നിട്ടുണ്ട് ഞങ്ങളുടെ അമ്മ. എന്തൊക്കെയാ ഒരമരുന്ന്? കിടക്ക അത്യാവശ്യമാണ്. പിന്നെ ജാതിക്ക, ചോല ഇപ്പം 3 ടൈപ്പായെന്ന് തോന്നുന്നു. അപ്പോൾ ഒരമരുന്നെന്നാ. താന്നിക്കായുണ്ട്, ജാതിക്കായുണ്ട്, കടുക്കായുണ്ട്, ജാതിപത്രിയുണ്ട്, കച്ചോലമുണ്ട്, എടംപെരിയുണ്ട്, വലംപെരിയുണ്ട്, മാതളത്തോടുണ്ട്, പാൽക്കായമുണ്ട്. ഇതൊക്കെ ഒരു മരുന്നാണ്. ഒരിക്കൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരുത്തൻ ചോദിച്ചു, പുള്ളിക്ക് ഇതിൻ്റെ ബിസിനസ് ആയിരുന്നു എന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ ബിസിനസ് അല്ല, എൻ്റെ ഇളയ പെങ്ങൾ എന്നേക്കാൾ 12 വേണ്ട പറയുന്നല്ലോ. എന്നേക്കാൾ 12 എന്തുവാ പറഞ്ഞ്? ഞാൻ തെറ്റ് പറഞ്ഞെന്നാണോ? എനിക്ക് ദോഷം വല്ലോ ആണോ? എന്നാ കുഴപ്പം, എന്നാ പിന്നെ പറഞ്ഞു. അപ്പം ശ്രദ്ധിച്ചേ, എൻ്റെ ഇളയ പെങ്ങൾ എന്നേക്കാൾ 12 വയസ്സിന് ഇളയതാ. അപ്പം അവൾക്ക് കൊടുക്കുന്നത് ഞാൻ കൊച്ചിലെ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മ. അതെന്തിനാന്ന് ചോദിച്ചാൽ വിരയുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ. ഇത് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ എന്നെ പിന്നെ ഒരു വ്യാഖ്യാനം അങ്ങ് തരിക. രക്ഷിക്കപ്പെട്ട് യേശുവിനെ ഹൃദയം കൊടുത്ത് ഈ മാർഗത്ത് വരുമ്പോൾ ഈ വചനത്തിൽ കൂടെയുള്ള ഒരമരുന്ന് കൊടുക്കണം. ഇല്ലെങ്കിൽ യവന്മാർക്കെല്ലാം വിരയുടെ അസുഖം ഉണ്ടാകും. പെന്തിക്കോസിൽ ഒരു 99% വിരയുടെ, ഇവനെ കൗൺസിൽ കൂടുമ്പം വരെ ഇളകും. കമ്മിറ്റി ഡിസ്ട്രിക്ട് സെൻട്രൽ കമ്മിറ്റി കൂടുമ്പം വരെ നല്ല പീത്ത വര. ഒരമരുന്ന് ആണിനും പെണ്ണിനും കൂടെ. ചില പെണ്ണുങ്ങൾക്കും വരയുടെ ശല്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞൊളയ്ക്കും. ഞാൻ ആത്മീക വ്യാഖ്യാനമാണ് പറയുന്നത്. നീ രക്ഷിക്കപ്പെട്ട് കൃപയിൽ വരുമ്പോൾ ക്രൂസൈഡിലോട്ടല്ല കയറ്റേണ്ടത്, എന്നെ അവിടെ ഇരുത്തണം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ. അമ്മയെ കുത്തി കൊന്നേച്ച് വന്നാൽ ഉടനെ അവൻ പരോളിൽ ഇറങ്ങിയതാ. ഉടനെ അവന് ഭയങ്കര സാക്ഷ്യം. അവനെ സ്റ്റേജെ കയറ്റി. പെറ്റതള്ളെ കുത്തിക്കൊന്നവനാ. എടാ, പെറ്റതള്ളെ ആരെയും കുത്തിക്കൊല്ലുവോ? അതെന്ത് ദോഷമാണ്? അവനെ ശിക്ഷിച്ച് കോടതിയിലാക്കി. പ്രിസം ഗോസ്പൽ മിനിസ്ട്രി ഞാൻ എതിർക്കുന്നില്ല, നല്ലതാ. അവൻ ജയിലിൽ വെച്ച് മാനസാന്തരപ്പെട്ടെങ്കിൽ ഉടനെ അവനെ കൺവെൻഷന് കയറ്റിയല്ല പ്രസംഗിപ്പിക്കേണ്ടത്. നമ്മളുടനെ പറയാം ഭയങ്കര സാക്ഷ്യമാണ് ആണോ? പിന്നെ ഒന്ന് കേൾക്കേണ്ടത്. എന്തോ കേൾക്കും? അമ്മയെ കുത്തിയവന് ഒറ്റ കുത്തിനാ പറ്റതല്ലേ അവന്റെ സാക്ഷ്യം. അവൻ കത്തിക്ക് കുത്തി, കത്തിയുടെ നീളം കുത്തി വെച്ച് കശക്കി കീറി തള്ളപ്പിടഞ്ഞു. അവനെ ആദ്യം സ്റ്റേജിൽ കയറ്റും. അവൻ ആ കൺവെൻഷന്റെ മെയിൻ ദിവസം, ഒടുവിലത്തെ ദിവസം ബ്രദർ സാക്ഷ്യം അമ്മയെ കുത്തിയവനോ. അമ്മയ്ക്ക് വെള്ളം കൊടുത്തവന് സാക്ഷ്യവും ഇല്ല. പെറ്റതള്ളയ്ക്ക് വെള്ളം കൊടുത്താൽ വീട്ടിയായിട്ട് പുറകിയിരിക്കുന്നു. പെറ്റതള്ളെ കുത്തി മലത്തിയവന് ഭയങ്കര സാക്ഷ്യം. അവന് പിന്നെ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ അടുത്ത പ്രോഗ്രാം പിന്നെ കിട്ടി. സ്റ്റേജ് 2 സ്റ്റേജ്. പെറ്റതള്ളയ്ക്ക് വെള്ളം കൊടുത്തവനല്ല ആണ്ട്
ആര് പരിഗണിക്കാനാ? വെള്ളം കൊടുത്ത് തന്നെ പരിഗണിക്കാനാ? കുത്തിക്കൊന്നതല്ലേ സാക്ഷ്യം. ഉടനെ കൊച്ചുങ്ങൾക്ക് ഒരു താല്പര്യം, നമുക്ക് സാക്ഷ്യം ഉണ്ടാക്കണം, അപ്പനെ കുത്തണം. നമുക്ക് അപ്പനെ കുത്തിക്കൊള്ളാം. സാക്ഷ്യം വേണ്ടേ? സാക്ഷ്യം ഉണ്ടല്ലേ സ്റ്റേജ് കിട്ടുന്നേ. സ്റ്റേജ് കിട്ടിയാലും കാര്യം എടാ, അമ്മയെ കുത്തിക്കൊന്നവൻ അന്നെ മാനസാന്തരപ്പെടണം. പെട്ട അവനെ പുറകിലിരുത്തണം. അവനെ പുറകെ ഇരുത്തിയാച്ചേ ആറ്റിക്കൽ സെന്ററിലെ പുറകെ ഇരുത്തിയാച്ചേ ഉപദേശമെന്ന, പ്രമാണമെന്ന, വചനമെന്ന, പാട്ടെന്ന, പ്രാർത്ഥനയെന്ന, പെന്തിക്കോസെന്ന. ഇവൻ ആദ്യം പഠിക്കട്ടെ. ഇത് പഠിക്കാൻ അവനെ കയറ്റി അവൻ വേണ്ടാതിരോ കാണിക്കുന്ന ആളെ ഇതിട്ടേച്ച് ഇനി എത്ര അവന്മാരാ പോകാനിരിക്കുന്നേ. സ്തോത്രം. ഞാൻ പറയുന്നതിനോട് വിയോജിപ്പ് വല്ലതും ഉണ്ടോ? ഇപ്പൊ എഴുന്നേക്കണം. ഞാൻ പോയി കഴിഞ്ഞ് പറഞ്ഞേക്കരുത്. വന്ന ഉടനെ അവനെ പിടിച്ചിങ്ങോട്ട് കയറ്റി അവന് യക്കന്ന പൂക്കന്ന. ഞങ്ങൾ പണ്ട് എല്ലായിടത്തും ഞാൻ പറയാനൊരാ വാക്യം വിളിച്ച് പറയുക. ഇതുപോലെ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞെടുത്ത മണ്ടിയലുണ്ട്. ഞങ്ങളെല്ലാം വാക്യം വിളിച്ച് പറയുക. യേശു സുഭാവികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. തന്റെ ഏകജാത പുത്രനെ വിശ്വസിക്കുന്ന ദൈവനെ നശിച്ചു പോകാനും നിത്യവും പ്രാപിക്കുന്ന ദൈവനെ നൽകുവാൻ തങ്ങളുടെ ലോകത്തെ. അപ്പൊ വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞ് ഞാനും മൈക്കിൽ കൂടെ പറയാന്ന്. ഞങ്ങളുടെ ഒരു തങ്കച്ചാൻ പറഞ്ഞു, നീ ആയിട്ടില്ല, നീ അവിടെ മിണ്ടായിരിക്കാൻ പറഞ്ഞു. അവൻ എന്ത് ചെയ്യുന്നത് സമ്മതിക്കുകയല്ല. എല്ലാവരും ചടികടാന്ന് പറയല്ലേ. അണ്ട കല്ലിശ്ശേരി പാലത്തിന് അവിടെ വന്നപ്പോൾ വെള്ളം കുടിക്കാൻ വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങിയപ്പോൾ ഇവൻ മൈക്കെടുത്ത് അവൻ പറഞ്ഞ് കർത്താവാകുന്ന യേശു ക്രിസ്തു വരുന്ന എല്ലാവരും ഓടിക്കോളാൻ. ഇവന് ഇതെന്നതാന്ന് പോലും അറിയാൻ മേല. മനസ്സിലായോ? ഭയങ്കര സാക്ഷ്യം. അമ്മയെ കുത്തിക്കൊന്നവനോ, ഭാര്യയെ കൊന്നവനോ, ചുട്ടുകൊന്നവനോ, തമ്മിൽ തൊല്ലുണ്ടാക്കിയവനോ ഒക്കെ മാനസാന്തരപ്പെടട്ടെ. പാപികൾ മാനസാന്തരപ്പെടണമല്ലോ. അവർ വരണമല്ലോ. വന്ന ഉടനെ അവനെ പുൽപ്പിറ്റാലല്ല നിർത്തേണ്ടത്, അവനെ പുറകിലിരുത്തണം. അവൻ പുറകിരുന്ന് പാട്ടെന്ന, പ്രാർത്ഥന എന്ന, ആരാധന എന്ന, ആശീർവാദമെന്ന, തുടക്ക പ്രാർത്ഥന എന്ന, കൂട്ടായ്മ എന്ന, ഉപദേശം എന്ന, വചനമെന്ന, പെന്തിക്കോസ് എന്ന ആദ്യം പഠിക്കട്ടെ. ഇപ്പൊ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആപിച്ചായ ഞാനിപ്പോ അങ്ങ് അടങ്ങുക. സ്തോത്രം. അമ്മയ്ക്ക് വെള്ളം കൊടുത്തവന് സാക്ഷ്യവുമില്ല. അവൻ എന്നാ സാക്ഷ്യം പറയാൻ? അവൻ്റെ തള്ളയ്ക്ക് വെള്ളം കൊടുത്താൽ അത് പുത്തരിയൊന്നും കുത്തിക്കൊന്നല്ലേ പുത്തരി. അത് ചില വിഷയങ്ങളൊക്കെ ഹൃദയത്തെ പിടിച്ച് കുലുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കണ്ടു. പിന്നെ നമ്മുടെ വിഷയത്തിൽ വരാം. അമ്മയുടെ അടുക്കൽ പോറ്റമ്മ അടുക്കൽ കൊണ്ട് കൊടുത്തത് കൊണ്ട് പോറ്റമ്മ ഈ പെൺകുട്ടിയെ നന്നായിട്ട് വളർത്തി. ഇവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കേണ്ട സമയത്ത് അമ്മ കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ശൂലേമി എന്ന് പറയുന്ന പെൺകുട്ടി മിടുമിടുക്കിയായി. ഇവളെ കണ്ടാൽ ആരും ഒന്ന് നോക്കും, അത്രയ്ക്ക് സൗന്ദര്യം. അവിടെ സൗന്ദര്യത്തെ പറ്റി ഒത്തിരി വർണ്ണിക്കാനുണ്ടെങ്കിലും നേരമില്ല. ഒരു വാക്യം ഒന്ന് വായിച്ചു. നിങ്ങൾ രണ്ടുപേരും വായിച്ചോ, ചാടി ചാടി വായിച്ചു. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ചടയെ 4 വേണേലും വായിക്കാം. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഇവളാർ. അപ്പൊ ഈ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത ഉള്ളോരിവൾ. അത്രയ്ക്ക് മിടുക്കി. ആര് കണ്ടാലും ശൂലേമിയൊന്നും നോക്കും. അത്രയ്ക്ക് മിടുക്കിയാക്കി. എന്തിനേറെ അവൾ മിടുക്കിയായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ അമ്മയുടെ പുത്രന്മാർ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇവളെ പിടിച്ചു വലിച്ച് ബലാത്കാരന അവരുടെ മുന്തിരിത്തോട്ടത്തിന് കാവലാക്കി. അങ്ങനെ ഇവൾ വെയിൽ കൊണ്ടും ശീതമേറ്റും ബുദ്ധിമുട്ടി പിന്നീട് അങ്ങ് കറുത്തു. അതുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് ഇരുൾ നിറം പറ്റിരിക്കാലും വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ തുറച്ചു നോക്കരുത്. അപ്പോൾ അമ്മയുടെ പുത്രന്മാർ ആദ്യത്തെ അവർ ബലാത്കാരനെ ഈ വീട്ടിൽ നിന്ന് ഇവളെ പിടിച്ച് വലിച്ചവിടെ കൊണ്ടുപോയി തോട്ടത്തിന്, അവരുടെ മുന്തിരിത്തോട്ടത്തിന് കാവലാക്കി. പക്ഷെ എവിടെ ഒരു പ്രത്യേകത, ഈ പോറ്റമ്മയുടെ ഉപദേശത്തിൽ വളർന്നത് കൊണ്ട്
തോട്ടത്തെ പറ്റിയൊക്കെ ഇവർക്ക് അറിയാം, എങ്ങനെ തോട്ടം ക്രമീകരിക്കണം, തോട്ടം എങ്ങനെ ആക്കണമെന്ന് അറിയാം. അങ്ങനെ അവൾ ആ തോട്ടത്തിന് തടം കോരി വാരം കോരി നല്ല വക മുന്തിരി വള്ളിയെല്ലാം അവൾ നട്ട് ഒടിക്കേണ്ടതിനെ ഒടിച്ച് ചെത്തേണ്ടതിനെ ചെത്തി കുത്തി നാട്ടേണ്ടതിനെ കുത്തി നാട്ടി അധികം ഫലം കായ്ക്കാൻ ചിലതിനെ ചെത്തി വെടിപ്പാക്കി. എന്തിനേറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ശൂലേമി കാത്ത മുന്തിരിത്തോട്ടം ആ നാട്ടിലെ നമ്പർ 1 മുന്തിരിത്തോട്ടമായി. ആ മുന്തിരിത്തോട്ടത്തിൽ കൊലക്കണക്കിന് മുന്തിരിങ്ങയായി. പ്രായമായതും പക്വത വന്നതും പഴുത്തതും ചെനച്ചതുമൊക്കെ ആയ നിരവധി മുന്തിരി കൊലകൾ. അത് ഏത് പരുവത്തിലാണെന്ന് ചോദിച്ചാൽ യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തണ്ടേൽ തോളൽ ആ പരുവത്തിന് മുന്തിരി കൊല കേട്ടതിന്ന് കിടക്കുക. മുന്തിരി കൊല പാട്ടൊക്കെ വരുന്നുണ്ട്, എല്ലാം പാടാൻ നേരമില്ല. അത്തിവൃക്ഷം തളിർത്തു നല്ല പച്ചക്കായ്കൾ തരുന്നു, അത്തിവൃക്ഷം തളിർത്തു നല്ല പച്ചക്കായ്കൾ തരുന്നു, മുന്തിരിയിളം കുലകൾ സൗരഭ്യം തൂകിടുന്നു, മുന്തിരിയിളം കുലകൾ സൗരഭ്യം തൂകിടുന്നു. സഞ്ചാരികളെ നിങ്ങൾ ശീഘ്രമുണർന്നിടുവീൻ, സിയോൻ സഞ്ചാരികളെ നിങ്ങൾ ശീഘ്രമുണർന്നിടുവീൻ, സിയോൻ യാത്രാ മധ്യേ നിങ്ങൾ എന്തിനുറങ്ങിടുന്നു, സിയോൻ യാത്രാ മധ്യേ നിങ്ങൾ എന്തിനുറങ്ങിടുന്നു. അപ്പോൾ കൊലക്കണക്കിന് മുന്തിരിങ്ങ ഈ ശൂലേമി കാത്ത തോട്ടത്തിൽ ഞാൻ ഓടിച്ചങ്ങ് മുമ്പോട്ട് പോകുകയാ. ഇങ്ങനെ ഈ മുന്തിരിത്തോട്ടം കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഈ മുന്തിരിത്തോട്ടത്തിന് അടുത്ത് ശലോമോൻ എന്ന് പറയുന്ന രാജാവിന് ഒരരമനയും ഒരു തോട്ടവും ഉണ്ട്. ഇദ്ദേഹം ഇടയ്ക്ക് വേനൽക്കാല സമയം ചെലവഴിക്കാൻ ഈ അരമനയ്ക്ക് ഈ കൊട്ടാരത്തിൽ വരും. ദന്തീദന്തം കൊണ്ടുള്ള കൊട്ടാരമാണ്. ശലോമോൻ ഇടയ്ക്ക് ഇവിടെ വരും. അങ്ങനെ ഒരിക്കൽ ശലോമോൻ ഇവിടെ വന്ന് വേനൽക്കാല അവധി ആസ്വദിച്ചിരുന്ന സന്ദർഭത്തിൽ ഈ ശൂലേമിയെ ബലാൽക്കാരനെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അതാണ് ഇതിലെ ഇതിവൃത്തം. ഇനി 1-2 വ്യാഖ്യാനം വേഗത്തിൽ പറഞ്ഞ് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താം. ഇത് ഏറെ സമയമെടുത്ത് പറയേണ്ടതായെങ്കിലും പെട്ടെന്ന് അങ്ങ് തീർക്കുക. ഇതിനകത്തെ വ്യാഖ്യാനം, ഈ ശൂലേമിയുടെ അമ്മ ഏതാ, ആദ്യത്തെ അമ്മ പെറ്റമ്മ അതാരാന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ നിന്ന സ്ഥലമാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു ആ സ്ഥലമാ, ആ സംഘടന. അതാണ് ആ പെറ്റമ്മ, കരുണയില്ലാത്തൊരമ്മ. യാതൊരു നടപടിക്രമവും ചെയ്തില്ലല്ലോ, നിന്റെ പ്രാണന് വേണ്ടി ഒന്നും കരുതി വെച്ചില്ലല്ലോ, നിന്റെ പ്രാണന് വേണ്ടി ഉള്ളത് ഒന്നും തന്നില്ലല്ലോ. അനാഥത്വം പേറി ആർക്കും വേണ്ടാതെ കടന്നതല്ലയോ. മദ്യപിച്ച് മതോന്മത്തനായി ആമൻ ലെക്ക് കെട്ട് കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവും പിടിച്ചു പറി തോന്നത്തിലും തോന്നിവാസമൊക്കെ ആയിട്ട് ജീവിച്ചതല്ലയോ പലരും. ആർക്കും വേണ്ടാതെ, എൻ്റെ ഭാഷ പറയാ, കുടിച്ച് അവൻ വെളിവില്ലാതെ ഓടെ കിടന്നതാണ്. ആ അമ്മയ്ക്ക് ഒരു കരുണയില്ലായിരുന്നു. ആ ഓടെ കിടക്കുമ്പോഴും അമ്മയുടെ ആൾക്കാർ അതിലെ പുത്രന്മാർ പോകുമ്പോൾ ചോദിക്കും, അതാരാ? അത് ഞങ്ങളുടെ ഇടവകയപ്പെട്ടതാണ്. കാരണം കയ്യാലയുടെയും കനാലിൻ്റെയും ഇടയ്ക്കാ. അതാ ഇട, അപ്പുറ വലിയ കയ്യാല, ഇപ്പുറ കനാൽ, അതിനിടയ്ക്ക് ഇടയ്ക്ക. അതാണ്. അപ്പം അമ്മയുടെ പുത്രന്മാർ ചോദിച്ചു, അത് ഞങ്ങളുടെ ഇടവകയപ്പെട്ടതാണ്. പിന്നെ അത് ഇടയിൽ തന്നെ കിടന്നോട്ടെന്ന് പറഞ്ഞു, ഇടവക. അതാ നേരത്തെ നിന്നിടത്തെ അമ്മയാ. ഒരു കരുണയുമില്ല, യാതൊരു ആർദ്രതയുമില്ല, നിനക്ക് വേണ്ട ഒന്നും ചെയ്തു തന്നില്ല. അതൊരു വ്യാഖ്യാനം. 2, ഈ പോറ്റമ്മ അവിടെ ഒരു വീട്, ഒരു ഇടയച്ചെറുക്കൻ. ഇടയച്ചെറുക്കനെ പറ്റി ഞാൻ സൂചിപ്പിച്ചപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി. ഇടയച്ചെറുക്കൻ മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. ആർക്കും വേണ്ടാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് മരണത്തിന്റെ പിടിയിൽ അമർന്നു കിടന്ന ആ പെൺകുട്ടിയെ കോരിയെടുത്ത നല്ല ഇടയനാകുന്ന ക്രിസ്തു. അലയുന്നോരാടുകൾക്കായി നിലവിട്ടു താണിറങ്ങി പലമട്ടുമാലിയെന്ന സ്നേഹമേ, അലയുന്നോരാടുകൾക്കായി നിലവിട്ടു താണിറങ്ങി പലമട്ടുമാലിയെന്ന സ്നേഹമേ. പണം വയ്യ, ഒന്നാമത് വയ്യ. എനിക്കൊരു എന്താണ് എൻ്റെ കുഴപ്പമാണ്, എന്തോ എനിക്കൊരു സുഖം വരുന്നില്ല അങ്ങോട്ട്. നല്ലിടയനേശുതനിക്കുള്ള ജങ്ങൾക്കായി വന്ന സ്നേഹമേ, സ്നേഹമേ.
നല്ലിടയനാടുകൾക്കായി ജീവനെയും നൽകിടുന്ന സ്നേഹമേ, സ്നേഹമേ. അപ്പൊ നല്ല ഇടയനാകുന്ന ക്രിസ്തു. അപ്പൊ ഇടയച്ചെറുക്കൻ മറ്റാരുമല്ല, ആടുകൾക്ക് വേണ്ടി ജീവനെ തരുന്ന നല്ല ഇടയനാകുന്ന യേശു ക്രിസ്തു. ആ പെറ്റമ്മ നേരത്തെ നിന്ന സ്ഥലം. ഇനി പോറ്റമ്മയും ആ ഭവനവും, അതൊറ്റ വ്യാഖ്യാനം പറഞ്ഞ ആ ഭവനം മറ്റൊന്നുമല്ല. ഏതാ? എടുത്ത് വളർന്ന ഭവനം ദൈവസഭയാകുന്ന ഭവനം. എഫേസ്യ ലേഖനം അങ്ങനെ ആണല്ലോ പറയുന്നത്. ദൈവത്തിന്റെ ഭവനം, ദൈവഭവനം, അതാണ് ദൈവസഭയാകുന്ന ഭവനം. ആ പോറ്റമ്മ മറ്റാരുമല്ല, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവതിയെയും കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാകുന്ന പോറ്റമ്മയുടെ കയ്യിൽ ഈ പെൺകൊച്ചിനെ കിട്ടിയത് കൊണ്ട് ആ പരിശുദ്ധാത്മാവ് സകല സത്യത്തിൽ ഇവളെ വഴി നടത്തി. കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും. കാരണം ഈ ഭവനത്തിൽ ഒത്തിരി ഭക്ഷണങ്ങളുണ്ട്. ഏതാ? ഈ സഭയാകുന്ന ഭവനത്തിൽ ധാരാളം ഭക്ഷണമുണ്ട്. അതൊക്കെ അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് പോലെ കൊടുത്താൽ ആളിൻ്റെ സ്ഥിതി അങ്ങ് മാറും. എന്തൊക്കെ ഭക്ഷണമാണ്? ഒന്ന് വായിച്ചേരെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 ഇവിടുത്തെ വെറൈറ്റി ഭക്ഷണമാണ്. ഒന്ന് വായിച്ചേര് പെട്ടെന്ന്, എല്ലാം പറയാൻ നേരമില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 ഇടത്ത് വശത്താണ്. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, ഈ ഭവനത്തിലെ കൂടി വരുമ്പോഴേ, ദൈവസഭയാകുന്ന ഭവനത്തിൽ കൂടി വരുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ടെന്നാ? പിന്നെ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. അതൊരു ഭക്ഷണമാ, സങ്കീർത്തനം. അതൊരു 10 കഴിയുമ്പോഴാണ് തരുന്നത്. 10 കഴിയുമ്പം പിന്നെ സൺഡേ നാളെ തരും. 10 ആകുമ്പോൾ ഈ സാധനം തരും. ഒരുമാതിരി പെട്ടൊക്കെ അത് കേൾക്കുമ്പോ തന്നെ സങ്കീർത്തനം. പിന്നെ ഉപദേശമുണ്ട്. അത് ഞങ്ങളെ പോലുള്ളവരോ അല്ലെ ഇവരെ പോലുള്ളവര് വരുമ്പോ നല്ല ശരിക്കും നിന്നെ ഉറഞ്ഞു പിടിക്കും. അതൊരു ഭക്ഷണമാണ്. അതൊക്കെ കഴിച്ച ആള് മാറും. പിന്നെ വെളിപ്പാടുണ്ട്. അത് വേറൊരു ഭക്ഷണമാണ്. അന്നിരിക്കുമ്പം ഒരു വെളിപ്പാട് കണ്ടു. കൃത്യം, വെളിവുകേടല്ല, വെളിപ്പാടാ, കൃത്യം. ഇതൊക്കെ ഈ ഭവനത്തിലുള്ള ഭക്ഷണമാ. പിന്നെ അന്യഭാഷയുണ്ട്. അത് വേറൊരു ഭക്ഷണമാണ്. അത് കഴിച്ചാൽ തന്നെത്താൻ അങ്ങ് ബലപ്പെടുക, തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തും, ദൈവത്തോട് സംസാരിക്കുക, ആരും വിലക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷയുണ്ട്. പിന്നെ വ്യാഖ്യാനമുണ്ട്. ചാത്തന്നൂരുകാരോട് എടുത്തു പറയണം, അന്യഭാഷ ഉണ്ട്, നിന്നിട്ടില്ല. ചാത്തന്നൂർ ഇത് കർക്കശമായി പറയണം, നിന്നിട്ടില്ല. എനിക്ക് നിന്നിട്ടില്ല, ചാത്തന്നൂരും നിന്നിട്ടില്ല. ചിലർക്ക് നിന്നായിരിക്കും, അത് നിനക്ക് വെളിവില്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. നിന്നിട്ടില്ലെന്ന്, ഇപ്പൊ നിക്കത്തുമില്ലെന്ന്, നിനക്ക് കിട്ടിയില്ല, അതിന് ഞങ്ങൾ എന്തോ ചെയ്യാന്? ഇത് ഞങ്ങൾ കൊടുക്കുന്നല്ലോ, ദൈവം തരുന്നതല്ലയോ. തർക്കിക്കണ്ട, നീ പ്രാർത്ഥിക്ക്, ദൈവം നിനക്ക് തരും. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നതിന്റെ മഹത്വവും വിടുതലും അനുഭവിക്കുന്ന ആളാ ഞാൻ. ഭീകരമായ പ്രശ്നം അങ്ങോട്ട് വരട്ടെ, കൊടുമ്പിരി കൊണ്ട പ്രശ്നം വരട്ടെ, ഒരുത്തരും നിന്നെ സഹായിപ്പാനില്ലെങ്കിലും മുഴങ്കാലം അടക്കി സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ ഭാഷയെ മറുഭാഷ പറഞ്ഞ് ആത്മാവിൽ നിറയുമ്പോൾ ആ പർവ്വതം പോലെ വന്ന പ്രശ്നം മഞ്ഞ് പോലെ ഉരുകി മാറും. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ആരാധനയുടെ മാധുര്യം, അന്യഭാഷാ ഭാഷണത്തിന്റെ ശ്രേഷ്ഠത അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതൊരു ഭക്ഷണം, അത് കഴിച്ചാൽ നല്ല തടിപ്പുറത്ത് വെടി പോലെ നിൽക്കും. അന്യഭാഷ ഉണ്ട്. പിന്നെ വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീയവർദ്ധനയ്ക്കായി ഉതകട്ടെ. വേറെ ഉണ്ട് ഭക്ഷണം, എല്ലാം എടുക്കാൻ. അപ്പൊ ഈ ഭവനം, സഭയാകുന്ന ഭവനത്തിൽ പരിശുദ്ധാത്മാവാകുന്ന പോറ്റമ്മ ഈ ഭക്ഷണമൊക്കെ കൊടുത്ത ഇവളെ വളർത്തിയത്. അതാ ചന്ദ്രനെ പോലെ ഔന്നര്യം, സൂര്യനെ പോലെ നിർമ്മലത എന്ന് പറഞ്ഞാൽ വരങ്ങളും ഫലങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആര് കണ്ടാലും ഇവിടെ ഒന്ന് നോക്കും. ദൈവസഭയെ നോക്കണം. ബോർഡ് കണ്ട് കയറുകയല്ല, വരവും ഫലവും കണ്ട് അകത്ത് കയറണം. കൃപാവര പ്രാപ്തന്മാരെഴുന്നേക്കട്ടെ. ആമൻ. ആത്മനിറവിൽ ആരാധിക്കുന്നവരെഴുന്നേക്കട്ടെ. ആത്മിക ഫലമുള്ളവരെഴുന്നേക്കട്ടെ. അങ്ങനെയൊക്കെ നിന്നാൽ ആരും നിന്നെ നോക്കും. ഇപ്പൊ ആരും നോക്കാത്തോണ്ട് പറയാ, നെറ്റിലടിച്ച് നോക്കിയാൽ മതി. ഞങ്ങളുടെ സഭയെ പറ്റി ഒടുവിൽ നെറ്റിയിൽ അടിച്ച് പോകും.
നെറ്റിലൊന്നും അടിക്കണ്ടെന്നൊക്കെ പോകുമ്പോൾ അറിയാമല്ലോ, ശബ്ദം കേൾക്കുമ്പോൾ അറിയാമല്ലോ. ആ കൈകൊട്ടും പാട്ടും പ്രാർത്ഥന ആരാധനയുടെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാമല്ലോ ഇതിനകത്ത് ദൈവം ഉണ്ടെന്ന്. എന്തിനേറെ എവളെ കണ്ടാൽ ആരും ഒന്ന് നോക്കുക. അങ്ങനെ ഇവർ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്. പിന്നെ എല്ലാം വിവരിക്കുന്നില്ല. ശലോമോൻ എന്ന് പറയുന്ന ആ രാജാവ് അത് മോഹത്തിന് ലോക ആഡംബരത്തിന് നിഴല. അവനതിൽ മിടുക്കനായിരിക്കുന്ന നിൽക്കുക. ഈ പെൺകുട്ടി ഞാൻ വ്യാഖ്യാനിക്കണ്ട, നിങ്ങൾ എന്നേക്കാൾ ജ്ഞാനവും വിവേകമുള്ളവരാ. അല്ല, ശൂലേമി ആർക്കും വേണ്ടാതാകുന്ന പെൺകുട്ടി അതാരാന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടിയാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മളല്ല. ഒരു കണ്ണിന് പോലും തയ്യാറാണ്. എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് കിടന്ന എനിക്ക് നിനക്ക് നല്ല ഇടയനാകുന്ന ക്രിസ്തു ജീവനെ തന്ന് കോരിക്കെടുത്ത് തൻ്റെ മാറോട് ചേർത്ത് മുത്തമിട്ട് ദൈവസഭയാകുന്ന ഭവനത്തിൽ കൊണ്ടുവന്നാക്കി. ഇതിൽ കൂടുതൽ എന്തോ ഭാഗ്യം കിട്ടാനാ? നമ്മുടെ ഭാഗ്യം വർണ്ണിക്കാൻ പറ്റുന്ന ഒന്നുമല്ല. പരമൊരു ജഡശക്തരില്ല, പ്രാപ്തി തോന്നും യോഗ്യരില്ല. പരമൊരു ജഡശക്തരില്ല, പ്രാപ്തി തോന്നും യോഗ്യരില്ല. പാർക്കിൽ കുലശ്രേഷ്ഠരില്ല. പരിചോടെനിക്ക് ഇത് മതിയ ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. പരനോട് എതിർക്കാനേനമില്ല, പരിഭവിക്കലോ ക്ഷമിക്കാൻ മാത്രം ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. കരമുയർത്തി കർത്താവിനെ മഹത്വം കൊടുക്കുക. ഏറ്റവും വലിയ ഭാഗ്യം രക്ഷിതാവാകുന്ന ഇടയനാൽ എടുക്കപ്പെടുകയും ദൈവസഭയാകുന്ന ഭവനത്തിൽ വന്ന് ചേർന്നതാ ഭാഗ്യം. പരിശുദ്ധാത്മാവിന്റെ ശിക്ഷണത്തിൽ വളരുന്നതായ ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവിന് മഹത്വം. ഓടിച്ച ഭാഗം വിട. അങ്ങനെ ഇതാണ് ഇതിന്റെ വ്യാഖ്യാനം. ഇനി ഈ ശൂലേമിയെ വശീകരിക്കാൻ വേണ്ടി ശലോമോൻ തന്ത്രങ്ങൾ മെനഞ്ഞു. അപ്പൊ ഞാൻ ഓർപ്പിച്ചല്ലോ, ശലോമോൻ ഇവിടെ അടുത്ത് ഒരു തോട്ടമുണ്ടാണ്. 8:11 വായിച്ചേ. 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ശലോമോന് ബാൽഗാമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ശലോമോന് ബാൽഗാമോനിൽ മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അതിനടുത്ത് പുള്ളിക്ക് ഒരു അരമനയുണ്ട്. ഇയാള് നല്ല മിടുക്കനായിട്ട് അരമന പണിതു. ഇനി വേറൊരു കാര്യമുണ്ട്, പുള്ളിയുടെ പണിയൊന്ന് ശ്രദ്ധിക്കണം. ഇയാള് വീട് വലുതായിട്ടും പണിത്, പള്ളി അങ്ങനെയുള്ള ബിരുദന്മാരുണ്ട്. വീട് ഭയങ്കര കേമമാ. ആരാധിക്കുന്ന സഭയോ അത് വായിച്ച നമുക്ക് മുമ്പോട്ട് പോകാം. ചിലപ്പോൾ കുത്തു കൊള്ളും, എന്നാലും കുഴപ്പമില്ല. ഒരു കുത്ത് നല്ലതാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം ആദ്യം 7-ാം അധ്യായത്തിന്റെ 2 വായിര്. ആരെല്ലാം വായിച്ചോ വായിക്കൂടെ. അവൻ ലെബാനോൻ വനഗ്രഹവും പണിതു. അതിന് 100 മുഴം നീളവും 50 മുഴം വീതിയും. ലെബാനോൻ വനഗ്രഹം പണിതു. തനിക്ക് അരമന പണിതടാ. അതിന് 100 മുഴം നീളവും 50 മുഴം വീതിയും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. കണ്ടോ ഇങ്ങോട്ട് നോക്കിക്കേ. അയാളുടെ വീട് പണിതടാ. അയാൾക്ക് താമസിക്കാൻ വേനൽക്കാലത്തിനൊക്കെ വന്നേ. 100 മുഴം നീളം, പിന്നെ 50 മുഴം വീതി, 30 മുഴം ഉയരം. ഭയങ്കരം കൊട്ടാരം. കണ്ടാൽ അമ്പരന്ന് പോകും. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. സാന്ത്വമോദനം വരുന്നല്ലോ നീനക്കനീശം. കമ്പിവാദ്യങ്ങളിൽ നിൻ സ്വനം
സാന്ത്വമോദനം വരുന്നല്ലോ നീനക്കനിശം കമ്പിവാദ്യങ്ങളിൽ നിൻ സ്വനം എൻ മനസ്സുയേറും നഗോ നന്മയേറും വചനത്താ എൻ മനസ്സുയേറും നഗോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെന്മയോടറിയിച്ചിടുന്നു. അപ്പോൾ ദന്തീദന്തം കൊണ്ടുള്ള ആ വലിയ ഗ്രീഷ്മഗൃഹം ഹേമന്തഗൃഹം അങ്ങനെയുള്ള പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, വലിയ വീടാ. 100 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരവും. അതാ വീട് പണിതത്. പള്ളി പണിതതോ 6:2. ശലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം ആലയം പള്ളി പണിതത് 60 മുഴം നീളവും 60 മുഴം നീളം, 20 മുഴം വീതിയും, 20 മുഴം വീതി, 30 മുഴം ഉയരവും ഉള്ളതായിരുന്നു. എങ്ങനുണ്ട്? ഇവൻ വലിയ പൊരിഞ്ഞ മോന ശലോമോൻ, വലിയ പൊന്നുമോന. അങ്ങനെയുള്ള പൊന്നുമോന്മാരെല്ലാം നമ്മുടെ നാട്ടിലും അമേരിക്കയിലും ഗൾഫിലും ഒക്കെ പോയി കോടിക്കണക്കിന് സമ്പാദിച്ച് വീട് ഭയങ്കരമായിട്ട് പണിക്കും. സഭാഗോളോ 40 അടി വീതിയും 20 അടി 20 വീതി 40 നീളോ 5 സെന്റ്. മുറ്റത്തോട്ട് കൊണ്ടേ അപ്പുറത്തവൻ്റെ പറമ്പില ഹോളിലോട്ട് കയറിയപ്പോൾ ജിപ്പാ കീറി, കാരണം അവൻ്റെ കമ്പി മുള്ളിൽ നിൽക്കുക. യവനെല്ലാം കോടിക്കണക്കിന് സ്വത്തുണ്ട്. ഏതായാലും ഇത് പിടിക്കുന്നുണ്ടല്ലോ കേക്കട്ടി ഇവനല്ല. അതിനൊക്കെ ഞാൻ സമുദായക്കാരെ ബഹുമാനിക്കുന്നു. പള്ളി നല്ല വൃത്തിയായിട്ട് പണിയും. ഇത് ചില ബൈത്തോമി ചെന്ന് 2-ന് പോകണമെങ്കിൽ വേറെ അടുത്ത വീട്ടിൽ ഓടണം. അവൻ കഥക് പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വിശുദ്ധന്മാരുടെ സാക്ഷിത എടാ, നീ ഈ കാശ് എല്ലാം കൂടെ സ്വരൂപിക്കാൻ ആദ്യം പള്ളി വൃത്തിയാക്ക്. ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമല്ലേ. കൈപ്പണി ആയതിൽ ദൈവം വസിക്കുന്നില്ല, അത് നമുക്കറിയാം. ഇരിക്കുന്നതിന് വൃത്തി വേണ്ടേ? 2-3 നിലയ്ക്ക് വീട് പണിയും. കാർ പോർച്ച്, സിറ്റൗട്ട്, ബാൽക്കണി, വർക്ക് ഏരിയ, മതിൽ ഈയുടെയും പൊക്കി കെട്ടി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണ്. നിങ്ങൾ സെന്ററായിട്ട് എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? സെക്രട്ടറി അല്ലേ? വൈസ് പ്രസിഡന്റോ? ഇപ്പൊ ഒന്നും അല്ല. അന്നാട്ടെ മുമ്പേ വരെ ഏതാണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും. എനിക്കാരോടും വൈരാഗ്യമില്ല. ആരാധിക്കുന്ന ആലയം ശ്രേഷ്ഠമാകണം. ദൈവം വസിക്കുന്ന സ്ഥലമല്ലേ. ദൈവമക്കൾ ഒന്നുകൂടെ ഒന്നിച്ച് നിൽക്ക. ആ കാര്യത്തിന് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന TPM-കാരെയാണ്. അവരുടെ ഹോളും പരിസരവും പോയി ഒന്ന് നോക്കണം. ഒരുത്തനോട് ഞാൻ പറഞ്ഞു, അത് കല്യാണം കഴിക്കാറൊക്കെ താമസിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ അത് ന്യായം പറയല്ല, ഉടനെ കയറി ഉടക്കുക. എന്ത് വൃത്തിയായിട്ടായിട്ടേക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞാൻ പറയാം, അവിടെ ഇവിടെയും പോയി അവിടെ പൈനിയർ വർക്ക്, ഇവിടെ പുതിയ വേല, അവിടെ മിഷൻ അവിടെ എല്ലാം പോയി ഉമ്മം കുരുക്കും പോലെ വെക്കാതെ വെക്കുന്നത് വൃത്തിയാക്ക്. 10 പേര് വന്നിരിക്കണ്ടേ മാന്യമായിട്ട്. ഇവൻ വലിയ പൊന്നുമോന. ആരാ? ശലോമോൻ. വലിയ മോനാ ഇവൻ. ഇവനെ ആലയത്തിന്റെ പണി കുറച്ചു. വീടിന് 100 മുഴം നീളോ, 50 മുഴം വീതി, 30 മുഴം ഉയരം. പള്ളി പണിതപ്പം 60 മുഴം നീളോ, 20 മുഴം വീതി. പോട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. വലിയ വിളഞ്ഞ വിത്ത. കർത്താവിന് മഹത്വം. അപ്പൊ ഇങ്ങനെയുള്ള ശലോമോൻ, ബാൽഗാമോനിൽ മുന്തിരിത്തോട്ടമുണ്ട്, അവിടെ ഒരു അരമനയുണ്ട്. ഇവൻ വേനൽക്കാല അവധിക്ക് അവിടെ വന്നു. അപ്പൊ ഈ ശലോമോനിന്റെ പ്രത്യേകതയിലൊരു പ്രകൃതി. യവന് ഇടയ്ക്കിടയ്ക്ക് കാരണം ഉണ്ടല്ലോ അജീർണ നിമിത്തം. പയ്യപ്പാടക്കാരനൊരു തമ്പി എന്നോട് പറഞ്ഞ് 2 അടിച്ചാൽ ചെന്ന് ആരാധനയ്ക്ക് ഒരു ഉന്മേഷം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത്. ആ തമ്പി ദൈവമേ, പുസ്തകം പഠിപ്പിക്കുന്ന മദ്യപാനി സ്വർഗരാജ്യം ആക്കത്തില്ല. അതിന് ഒരു ഒഴികഴിവും ഇല്ല, അവകാശമാക്കത്തില്ല. ഇയാളെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. അപ്പം ഇവിടെ വന്നപ്പോൾ ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ട് മുന്തിരിയുടെ സമയമല്ല, അവിടെ കിട്ടാനില്ല. രാജഭൃത്യന്മാർ 4 പാട് പരതി ഓടി കിട്ടുന്നില്ല.
കിട്ടുന്നില്ല. എന്തിനേറെ ഓടി ഓടി വിഷമിച്ച് കഴിഞ്ഞപ്പോൾ ആരോ ഭൃത്യന്മാരോട് പറഞ്ഞു, പിന്നെ ഇവിടെ അടുത്ത് മുന്തിരിത്തോട്ടം ഉണ്ട്. അവർ അന്വേഷിച്ച് വിഷമിച്ചതല്ലേ, എവിടെയാണെന്ന് ചോദിച്ചു. ഇവിടെ തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, മുന്തിരിങ്ങ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. മുന്തിരിങ്ങ ഉണ്ടോയെന്ന് ചോദിച്ചു. അവിടെ മുന്തിരിങ്ങായേ ഉള്ളൂ. തരുവോന്ന് ചോദിച്ചു. തരുവോ എന്നുള്ളത് അറിയത്തില്ല, അവിടെ ചെന്ന് ചോദിക്കണം. എവിടെയാണെന്ന് ചോദിച്ചു. ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ ചോദിച്ചു, ആരാ അതിൻ്റെ ഉടമസ്ഥ? മാനേജർ ഒരു പെങ്കൊച്ചാണ്. തരുവോ ഇല്ലയോ എന്ന് അറിയത്തില്ല, ചോദിച്ചു നോക്കാൻ പറഞ്ഞു. യവന്മാർ ശലോമോൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞ് ആ പ്രൗഢിയോടെ ആ കരുത്തോടെ അങ്ങോട്ട് ചെന്ന് തോട്ടത്തിൽ ചെന്നപ്പോൾ പറഞ്ഞതിലും കേമമാ മുന്തിരിത്തോട്ടം. യവന്മാർ ചാടി വേലി ചാടി എന്നങ്ങ് ചിന്തിക്കുക. ചാടി അകത്തോട്ട് കയറി മുന്തിരിക്കൊല നടത്താനായിട്ട് ശലോമോന്റെ കിങ്കരന്മാര് കയറി പിടിച്ചപ്പം ഒരു ശബ്ദം, തൊടരുത്. അവരോർത്ത് തോന്നലായിരിക്കുമെന്ന്. ആരെയും കാണുന്നില്ല. അപ്പം മറ്റവൻ ഞാനങ്ങ് പേരെടുക്കാം. അവൻ പറഞ്ഞു, ബേബി കയറി അടത്തടാന്ന് പറഞ്ഞു. ബേബി ആടി ഇപ്പുറത്തൊരു മുന്തിരിക്കൊല കിടക്കുക. കയറി പിടിച്ചപ്പം അടുത്ത ശബ്ദം, തൊടരുത്, കടക്കാൻ പറഞ്ഞു പുറത്തോടെ ഒറ്റ ആട്ടോടെ യേശുവിന്റെ നാമത്തിൽ. ബേബി താണ്ട തിത്തോന്നും പറഞ്ഞ് ആടെ കിടക്കുന്നു. അപ്പൊ ഇവ വീടാഞ്ഞവൻ നോക്കിയപ്പം ഒരു പെങ്കൊച്ചാ നിന്ന് ആട്ടുന്നത്. കറുത്തിരിക്കുക, മെലിഞ്ഞായിരിക്കുന്നത്, ഇരനിറമാ, കാണാൻ വലിയ ചെതവൊന്നുമില്ല. പക്ഷെ ആട്ടിന്റെ ശബ്ദം, ഒറ്റ ആട്ടിന് 80 കിലോ ബേബി പൊത്തോന്ന് താഴെ വേണ്ട. ചുരുക്കി പറയുക, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ആ ഉരുണ്ട് വീണവൻ കൊടുങ്കൈ കുത്തി കിടക്കുക. മറ്റവൻ പിന്നെ ആട്ടിനപ്പുറ കയറി. അപ്പം നോക്കിയപ്പോൾ പെങ്കൊച്ച കില്ലാരി പോലായിരിക്കുന്ന നല്ല ആയമായി വെക്കണം. കാരണം പറയാം, പരിശുദ്ധാത്മാവാകുന്ന അമ്മയുടെ ഉപദേശത്തിൽ ദൈവസഭയാകുന്ന വീട്ടിൽ വളർന്നവളാ. അവക്ക് ആട്ടാൻ അറിയാം. ആട്ടേണ്ട സമയത്ത് അവക്ക് ആട്ടാൻ പറയാം. ഒറ്റ ആട്ടിന് പൊത്തോന്ന് താഴെ വീണു. അതാ കൃപയുള്ളവരുടെ വിശേഷത. കാണാൻ വലിയ ജാതമൊന്നും ഞങ്ങളെ കണ്ടാൽ കാണുകയില്ല. വലിയ കുടുംബശ്രേഷ്ഠതയും വിദ്യാനുമുന്നതയും പാരമ്പര്യമൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. വലിയ സമ്പത്തും ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ദൈവസഭയാകുന്ന വീട്ടിൽ വന്ന് ഉപദേശം പഠിച്ച് അന്യഭാഷ പറഞ്ഞ് ആത്മനിർഭർ ആരാധിക്കുന്ന ദൈവവൈദ്യന്റെ മുൻപിൽ ഒരു ശക്തിയെ നിൽക്കത്തില്ല. ഒറ്റയാട്ടിന് പുറത്തോട്ട് വീണു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സഹോദരിമാരെയും ചില സഹോദരന്മാരെ കനം കുറവാ, കറുത്തായിരിക്കുന്നത്, വലിയ വിദ്യാഭ്യാസം, പക്ഷെ ആത്മാവിലും കൂടെ ഒറ്റയാട്ടാടിയ പൂതവൊക്കെ അന്നേരം ഏളകി താടി ഉരുണ്ടങ്ങ് പോവില്ലയോ. ഞങ്ങൾക്ക് ജന്നത്തിലൊരു മേരി കൊച്ചമ്മ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ഒരു യോഗം നടത്തി. ഭയങ്കര യോഗമാണ്. അപ്പോൾ പൂതവളയ്ക്ക് ഒരു സഹോദരിക്ക്. അപ്പോൾ ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞ ആ മണ്ണാർശാലയിലെയാന്ന്. പായിക്കാട്ട് യൂണിച്ചാൻ്റെ ഭാര്യ മേരി കൊച്ചമ്മ. ഞാനും ഉണ്ട്. അമ്മമ്മ ആത്മാവ് ഒറ്റയാട്ട് ആക്കി പറയണ്ടല്ലോ. ആ ജോൺസനും ഉണ്ടായിരുന്നല്ലോ. നമ്മളെല്ലാം കൂടെ പായിക്കട്ടെ. നമ്മുടെ ഇതെല്ലാവരും മറന്നോ? നമ്മളിവിടെ കരുവാറ്റ പോയി പ്രാർത്ഥിച്ച് ഓർക്കുന്നില്ല. പേടിയെന്ന ഭാവിച്ചാനെ. സത്യം പറ, എനിക്കൊന്ന് 23-24 വർഷം മുമ്പ് അല്ലയോ? ആ മേരി കൊച്ചമ്മ ആത്മാവ് നിറഞ്ഞു, ശാസിച്ചു, പൊത്തോന്ന് വീണ്. അതാ കൃപയുടെ വിശേഷത. ഇവളൊരൊറ്റ ആട്ടാട്ടിയപ്പം പൊത്തോന്ന് വേവി താഴെ കൊടുങ്കൈ കുത്തി കിടക്കുക. കൊടുങ്കൈ കുത്തി കിടക്കുക എന്നില്ല. അവൻ അവിടെ കിടന്നോണ്ട്, എടി ഞങ്ങൾ ശലോമോൻ്റെ ആൾക്കാരാണ്. പരിവക്കേടി കിടന്നോണ്ടാ ഞങ്ങൾ ശലോമോൻ്റെ. അവളോ പിന്നെ അവൻ പറയാം ശലോമോൻ. ഞാനങ്ങ് പറഞ്ഞ് പെട്ടെന്ന് അവൻ പറഞ്ഞ് ശലോമോൻ്റെ ആളാണ്. അവള് പറഞ്ഞു, നീ ശലോമോൻ്റെ ആളല്ലേ? ഞാനേ ശലോമോനിലും വലിയവൻ്റെ ആളാണ്. ഞാൻ ശലോമോനിലും വലിയവനെ സേവിക്കുന്നവളാ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ, ഇവിടെ ഇതാ യോനയിലും വലിയവൻ, ഇവിടെ ഇതാ ദൈവാലയത്തെക്കാൾ വലിയവൻ, ഇവിടെ ഇതാ സ്വർഗത്തെക്കാൾ വലിയവൻ, ഇവിടെ ഇതാ മോശയിലും വലിയവൻ, ഇവിടെ ഇതാ യോശുവായിലും വലിയവൻ, ഇവിടെ ഇതാ ഹാബേലിനേക്കാൾ വലിയവൻ, ഇവിടെ ഇതാ ശ്രേഷ്ഠനായവൻ വലിയവൻ. അവൻ ജീവനായകൻ, രക്ഷാനായകൻ, വിശ്വാസത്തിന് നായകൻ. അവനൊപ്പം പറയാൻ ഒരൊറ്റ ആളുമില്ല. അവൻ അത്രയും നമ്മുടെ പ്രാണപ്രിയൻ. ഹല്ലേലൂയ.
ഇന്ന് രാത്രി ശലോമോനിലും വലിയവനാകുന്ന നാസറയൻ ഇവിടെ നടകൊണ്ടുകൊണ്ടിരിക്കുക. വിശ്വാസ കണ്ണാൽ കാണുന്ന അനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാ. ശലോമോനിലും വലിയവൻ, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, ഉന്നതൻ, മഹിമയുള്ളവൻ, മഹത്വമുള്ളവൻ നാസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവനാണ് നമ്മുടെ രക്ഷിതാവ്, അവനാണ് ലോകരക്ഷിതാവ്, അവനാണ് ഏകരക്ഷകൻ, അവൻ മാത്രമാണ് സത്യദൈവം, അവൻ മാത്രമാണ് നിത്യജീവൻ, അവൻ മാത്രമാണ് നിത്യദൈവ. യേശുക്രിസ്തു മാത്രം, മറ്റൊരുത്തനും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം നാസറായന്റെ മഹത്വമുള്ള നാമം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ശലോമോനിലും വലിയവനോട് വന്നിട്ടുണ്ട്. അവൾ ഒറ്റയാട്ടാട്ടി പൊത്തോന്ന് വീണ് പിന്നെ വലിഞ്ഞാ പോയത്. ചുരുക്കി പോടിച്ചങ്ങ് നിർത്താം. യവന്മാർ വലിഞ്ഞ് ശലോമോൻ്റെ അടുക്ക വന്ന് പുള്ളി ഇങ്ങനെ കിടക്കയില്ലയോ അടിക്കാൻ. കിടന്ന് കിടപ്പ് ചോദിച്ചു എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അവന്മാർ പറഞ്ഞു മിണ്ടാൻ മേലും കാളപ്പന്തോ ചാട്ടി പരുവക്കെട്ടി വന്നേക്കാം. അതല്ലേ മൊത്തം കൈക്കറിയല്ലേ, മിണ്ടാൻ മേലെന്ന് പെങ്കൊച്ച് നല്ല ആട്ടാട്ടി വെട്ടിയേക്ക. അതാണ് പിന്നെ തിരിഞ്ഞു നിന്നതാണ്ട്. മിണ്ടാൻ മേലെന്ത് പെങ്കൊച്ച് നല്ല ആട്ടാട്ടി വിട്ടേക്കുക മുഴുവൻ പരുവക്കേടാ. യവന്മാര് നിന്നേ മിണ്ടാൻ മേലാന്ന് പറഞ്ഞ് അപ്പൊ പുള്ളി ചോദിച്ചു ഇല്ലെന്ന് ചോദിച്ചു. എന്തിനേറെ ഞാനമ്മച്ചേടേ മുന്തിരി ഇല്ലെന്ന് ചോദിച്ചു. അപ്പം കണ്ടമാനം ചോദിച്ച പൊരുത്തം പറഞ്ഞു മുന്തിരിയൊക്കെ ഉണ്ട്, പിന്നെ എന്നെ കൊണ്ടുവരാഞ്ഞ് തരികയില്ലെന്ന് പറഞ്ഞു. മുന്തിരിങ്ങ ഉണ്ടോ? മുന്തിരിങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. നീ കണ്ടോ? ഞാൻ കണ്ടു, ബേബി തൊട്ടു, സാധനം കിട്ടുകയില്ലെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അതൊക്കെ അതിനാളുണ്ട്, തരികയില്ലെന്ന് പറഞ്ഞു. എടാ മുന്തിരിങ്ങ ഉണ്ടോ? അയ്യോ കൊലക്കണക്കിനാ മുന്തിരിങ്ങ, യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ കൊലക്കണക്കിനാ, പക്ഷെ തരത്തില്ല. അതിനാ തരാത്തെ, അതിനൊക്കെ അവിടെ ആളുണ്ടെന്ന് പറഞ്ഞു. ആരാടാ തരാത്തെ? അതിനൊക്കെ അവിടെ ആളുണ്ട്. ആരാടാ മുന്തിരിങ്ങ തരാത്തെ? നിങ്ങൾ പറഞ്ഞില്ലേ ശലോമോൻ്റെ ആളാന്ന്. ദൈവം പറഞ്ഞതിൻ്റെ ഇപ്പം ഇങ്ങനെ 8-10 പറഞ്ഞ് എൻ്റെ കാര്യം പറയടാ. നിങ്ങൾ പറഞ്ഞില്ലേ ശലോമോൻ്റെ ആൾക്കാരാ ഞങ്ങളെന്ന്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു, അതൊന്നും സമ്മതിക്കുകയില്ല. ആരാ തരാത്തെ? അതിനൊക്കെ അവിടെ ആളുണ്ട് തിരുമേനി. കാരണം ഇത് തിരുമേനിയല്ലേ, ഇങ്ങനെ കിടക്കുകയല്ലോ തിരുമേനി. അതിനൊക്കെ ആളുണ്ട് തിരുമേനി. ആരാടാന്ന് ചോദിച്ചു. ഇവന്മാർ എന്ത് ചെയ്ത് ജമ്മം ചെയ്തവന്മാർ ആളിൻ്റെ പേര് പറയുകയല്ല. അത് കാരണം ഇവന്മാർക്ക് തിരുമേനിയാ നല്ലതുപോലെ അറിയാം. പെങ്കൊച്ചാന്ന് പറഞ്ഞാൽ ഇയാൾ ഇളകും. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ വേറെ രീതിയിൽ സംസാരിക്കുന്ന വചനത്തിൽ നിന്ന് വായന തെളിയിക്കാം. എന്നെ ഇങ്ങനെ നോക്കി തുറച്ചിരിക്കാതെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-1 വായിര് വചനത്തിൽ നിന്ന് തെളിയിക്കാം. വേറെ വൃത്തം വായിക്കാത്ത എനിക്കാന്നോ ഇപ്പൊ കുഴപ്പം? വായിര്. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ, അപ്പൊ ഓൾറെഡി ഫറവോന്റെ മോളെ കെട്ടി, ഒരു വിവാഹം കഴിഞ്ഞു. ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യര്, അമ്മോന്യര്, ഏദോമ്യര്, സീദോന്യര്, ഹിത്യര് എന്നിങ്ങനെ അന്യജാതിക്കാർത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. മതിയല്ലോ. പുള്ളിക്ക് ആകെ കൂടെ ഒരു ശുശ്രൂഷ, വിവാഹ ശുശ്രൂഷ. ദീർഘവർഷങ്ങളായിട്ട് പുള്ളി ചെയ്യുന്ന ഒരൊറ്റ ശുശ്രൂഷ. ഓൾറെഡി ഫറവോന്റെ മകളെ കെട്ടി, അത് പോരാഞ്ഞിട്ട് സീദോന്യരും അമ്മോന്യരും ഹിത്യരുടെ എല്ലാം പിറകെ ചെന്ന് അന്യജാതിക്കാരി സ്ത്രീകളെ വിവാഹം ചെയ്തു. ഇതൊരു ബലഹീനതയാ പുള്ളിക്ക്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പല കാര്യവും ഇപ്പൊ നടക്കുന്നത്. സീദോന്യര് അവിടെ നിന്നാ പോരെ, അമ്മോന്യര് വഴി നിന്നാ പോരെ. ഫറവോന്റെ പുത്രി അവിടെ നിൽക്കുക, അതവിടെ നിന്നോട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ പോരെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സീദോന്യരെ അമ്മോന്യരെല്ലാം അതുകൊണ്ടാ പെങ്കൊച്ചാന്ന് ഇവർ പറയാഞ്ഞത്. ഒടുവിൽ ഇയാൾ പറഞ്ഞു, ആളിനെ പറഞ്ഞില്ലേ കൊല്ലുവെന്ന് പറഞ്ഞു. കൊല്ലുവെന്നായപ്പോ ഇവന്മാര് പറഞ്ഞു ഒരു പെങ്കൊച്ച അവിടെ നിന്ന് ഞങ്ങളെ ആട്ടിയത്. ഇയാൾ ഇളകി, അവളെ ഞാനിവിടെ കൊണ്ടുവരും. കാരണം ഈ കണ്ട സ്ത്രീകളെല്ലാം ഈ അരമനെ കൊണ്ടുവന്നതാ, ഇവളെ ഞാൻ കൊണ്ടുവരും.
അവൻ പറഞ്ഞ് വേവിച്ചും പറഞ്ഞ് തിരുമേനി വെറുതെ ആട്ടുമടിക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്ന പെങ്കൊച്ചല്ല അവള് വരങ്ങളാലും ഫലങ്ങളാലും കൃപകളാലും നിറഞ്ഞ പെങ്കൊച്ചാണ്. ചുമ്മാ ആട്ടുമേടിച്ച് ഊപ്പാട് വരും, പോകരുത്. എന്ത് ചെയ്തിട്ട് ഇയാൾ അമരുകയല്ല. അയാൾ ശലോമോൻ ഈ ശൂലേമിയെ വശീകരിക്കാൻ ഒരു പോക്ക് പോയി. അതൊന്നുണ്ട്. നമ്മുടെ ചോദ്യം ഇതാ, മരുഭൂമികൾ തന്റെ പ്രിയന്റെ മേൽ ചാടിക്കൊണ്ട് വരുന്നു ഇവൾ ആരാണെന്നാ? അത് ദൈവസഭയാ. അതാരാന്ന് 1-2 കാര്യങ്ങൾ തെളിയിക്കാൻ പോവാ. ആരാണിവൾ? ഇവൾ ആരാന്ന് ചോദിച്ചാൽ ശലോമോൻ ഇവളെ കാണാൻ പോയി. ശലോമോൻ വെറുതെ അല്ല പോയത്. ശലോമോൻ പോയത് പല്ലക്കയിലാ പോയത്. ശലോമോന്റെ പല്ലക്ക് 3:7 ആദ്യം. ശലോമോന്റെ പല്ലക്ക് തന്നെ. അപ്പൊ ശലോമോൻ ഇവളെ കാണാൻ പോയത് പല്ലക്കയിലാ പോയത്. ശലോമോന്റെ പല്ലക്ക്. ശ്രദ്ധിച്ചേ, ശലോമോന്റെ പല്ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടിൽ പോലല്ല. നമ്മുടെ കട്ടിലിന്റെ ഒരു കാല് കടന്ന് ആടുക. കാരണം ഈ 3 കൊല്ലം കഴിയുമ്പോൾ ട്രാൻസ്ഫർ അല്ലയോ. അപ്പൊ ഇത് ലോറി പെറുക്കിയിട്ടുകൊണ്ട് നേരെ അങ്ങ് ചിലയിടത്തൊക്കെ സെൻട്രൽ പാസ്റ്റർമാരോടും കൗൺസിലിനോടൊക്കെ മമത കാണിച്ച് സോപ്പിട്ട് നിന്നാൽ നല്ല സഭയും സെൻറ്ററും ഒക്കെ കൊടുക്കും. എന്തേലും ഒരു ഇതാണെങ്കിൽ നേരെ ഇവനെ അട്ടപ്പാടി കടിക്കും. മത്തായിച്ചനോട് ഉണ്ട്, അങ്ങോട്ട് പൊക്കോളാൻ പറയും. അപ്പൊ ഇത് ദൂരോട്ടൊക്കെയാ വിടുന്നെങ്കിൽ ലോറിയിൽ ഇതെല്ലാം പറക്കി കെട്ടി അങ്ങ് ചെല്ലുമ്പം കട്ടിലിൻ്റെ ഒരു കാല് കടന്ന് കട്ടിലെടുത്തിട്ട് കഴിയുമ്പോൾ ഒരു കാല് കടന്ന് ആടുന്നു. ഇരുന്ന് നോക്കിയപ്പോൾ കിറോ ഉടനെ പറഞ്ഞ് തങ്കമ്മ ഇച്ചിരി ബേസ് ബോർഡ് മടക്കിക്കൊണ്ട് വാ. ആടുന്നെന്ന് നോക്കി. ഇതാണ് നമ്മുടെ പല്ലക്ക്. ശലോമോന്റെ പല്ലക്ക് അങ്ങനെയാണോ? അയ്യോ, എന്തോ കേമമാ ശലോമോന്റെ പല്ലക്ക്. ആ പല്ലക്കിന്റെ വിശേഷത അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. 3:9. ശലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. കണ്ടോ ശലോമോന്റെ പല്ലക്കിന്റെ വിശേഷത? ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. അതിന്റെ മേക്കട്ടിൽ കാല് അവൻ വെള്ളി കൊണ്ടും ചാര് പൊന്നുകൊണ്ടും ഇരിപ്പിട രക്താംബരം കൊണ്ടും ഉണ്ടാക്കി. പിന്നെ അതിന്റെ അന്തർഭാഗം യെരൂശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമായിരുന്നു. കണ്ടോ, ഇതാണ് ശലോമോന്റെ പല്ലക്ക്. ശ്രദ്ധിച്ചേ, ശലോമോൻ രാജാവിന്റെ പല്ലക്ക്. അത് ലെബനോനിലെ ദേവത മരം കൊണ്ടൊരു പല്ലക്കുണ്ടാക്കി. മേക്കട്ടിക്കാല് വെള്ളി കൊണ്ടും ചാര് പൊന്നുകൊണ്ടും ഇരിപ്പടം രക്താംബരം കൊണ്ടും അതിൻ്റെ അന്തർഭാഗം യെരൂശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതം എന്ന് പറഞ്ഞാൽ ഈ പല്ലക്ക് കണ്ടാൽ ആരും മയങ്ങും. അങ്ങനല്ലേ കാണിച്ചു വെച്ചേക്കുന്ന. മേക്കട്ടിക്കാലും പല്ലക്കും അതിൻ്റെ ചാരും എല്ലാം കണ്ട ഓടിപ്പോകുന്ന വണ്ടി നിർത്തിവെച്ച് ആ പരുവത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 90 പോകുന്ന വണ്ടി പെട്ടെന്ന് നിർത്തിവെച്ച് ആണ് മേക്കട്ടിക്കാൽ. അതിൻ്റെ ചാരും അതിൻ്റെ ഇരിപ്പിടമൊക്കെ അത്ര അന്തർഭാഗവും ബഹിർഭാഗവും അത്ര വിചിത്ര ഖചിതമാക്കി എന്ന് പറഞ്ഞാൽ ഈ പല്ലക്കും ഇയാളുടെ പോക്കും കണ്ടാൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഇവൻ്റെ കൂടെ പോകും. ഇവൻ ലോകത്തിൻ്റെ പ്രഭുവാ, ലോകമോഹത്തിൻ്റെ നിഴലാ. അപ്പം ഇവൻ ലോകമോഹ പ്രഭുവാകുന്ന ഇവൻ എവളെ മയക്കാൻ വേണ്ടി പല്ലക്കൽ അങ്ങോട്ട് ചെന്നു. പക്ഷേ നമ്മുടെ കഥാ നായിക ശൂലേമി ദൈവസഭയാകുന്ന വീട്ടിൽ പരിശുദ്ധാത്മാവാകുന്ന പോറ്റമ്മയുടെ ഉപദേശ ശിക്ഷണത്തിൽ വളർന്നവളാ. ഇവിടെ അകത്ത് തിരുവചനമുള്ളവളാ. ഇവളെ കാണാൻ വലിയ ചന്തമൊന്നുമില്ല, കറുത്തൊക്കെ ആയിരിക്കുന്നെങ്കിൽ അകത്ത് തിരുവചനമുള്ളവരാ. എൻ്റെ കൃതി ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോല. വേറൊരു ഭാഗത്തുണ്ട്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനം എൻ്റെ ഹൃദയത്തെ സംഗ്രഹിച്ചു. ഇവള് വചനത്തിന് അഭ്യാസം പഠിച്ചവളാ. അതുകൊണ്ട് ശലോമോന്റെ പല്ലക്ക് കണ്ട് ഇവള് മയങ്ങിയില്ല. യവൻ പല്ലക്ക് അലിഞ്ഞോട്ട് വരുന്ന കണ്ടപ്പോൾ ഇവള് ശലോമോനിലും വലിയവൻ വരുന്നതെന്ന് കണ്ടു. വിശ്വാസ കണ്ണാൽ അതങ്ങനെ വരുന്നത്. 18-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ശലോമോനിലും വലിയവൻ എങ്ങനെയാ വരുന്നത്? 18:10 സങ്കീർത്തനം. അവൻ കെരൂബിനെ വാഹനമാക്കി അവൻ കാറ്റിന്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചു. അവൻ അന്ധകാരത്തെ അവൻ കെരൂബിനെ വാഹനമാക്കി അവൻ കാറ്റിന്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചു. അവൻ അന്ധകാരത്തിന്റെ മറവും പറപ്പിച്ചെന്നുള്ളത് കേൾക്കുന്നു. ഒന്നുകൂടെ വായിരേ ദേവദാസൻ. അവൻ കെരൂബിനെ വാഹനമാക്കി. ഞാൻ വേറെ വാക്യം തരാം, വാക്യമുണ്ട്, പിന്നെ പുള്ളി ഒന്ന് വായിക്കട്ടെ. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്ന് അവൻ കാറ്റിന്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചു. ആ കാറ്റിന്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചു. ശ്രദ്ധിക്കുക,
ലോകത്തിന്റെ പ്രഭുവാകുന്ന ശലോമോൻ ലെബാനോനിലെ മരം കൊണ്ടുണ്ടാക്കിയ പല്ലക്കയിൽ എഴുന്നള്ളി വരുമ്പോൾ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച, അഖിലാണ്ടങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച, ഉണ്ടാകട്ടെന്ന വാക്യ സകലത്ത് ഒളവാക്കിയ ശലോമോനിലും വലിയവൻ കെറൂബിനെ വാഹനമാക്കി അങ്ങോട്ട് വരുന്നത്. നീ ഇവിടുത്തെ ശലോമോന്റെ പല്ലും പല്ലക്കും കണ്ട് മയങ്ങരുത്. 3 എണ്ണം മയങ്ങിപ്പോയി. ശലോമോന്റെ പല്ലക്ക് കണ്ടപ്പോ യോമാര് നേരെ പോയപ്പോ ഇവിടുത്തെ സ്വോത്രകാഴ്ച കൊണ്ട് മേടിച്ചോണ്ടാ പോയത്. പാവം പിടിച്ച വിശ്വാസികൾ ദൈവമക്കൾ കൊടുത്തതെല്ലാം അടിച്ചു മാറ്റിയ ചെവന്മാര് ഓടി. അവന്മാരിപ്പോ പറഞ്ഞത് ശലോമോന്റെ പല്ലക്ക് തന്നെ നല്ലതെന്ന്, പെന്തിക്കോസ് ശരിയല്ലെന്ന്. എടാ കഴുതേ, പെന്തിക്കോസ് ആടാ ശരി, പെന്തിക്കോസ് തന്നെ ശരി, ഇത് തന്നെ ശരി. നീ എല്ലാം അവസാനം ഇച്ഛ വരച്ച് കൃപയി വന്നതാ നിന്റെ ഭാഗ്യം. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ ഭാഗ്യം. എന്റെ ദൈവദാസന്മാര് ഈ ശുശ്രൂഷയായ ഏറ്റവും വലിയ ശ്രേഷ്ഠത, കർത്താവിനെ സാക്ഷിക്കുന്നതാ ശ്രേഷ്ഠത. ഇതിനപ്പുറം ഒന്നുമില്ലെന്ന് അവന്മാരിപ്പോ ചെന്നേച്ച് പറയാ പെന്തിക്കോസ് കൊള്ളുകാലെന്ന്. ഇവിടെ വന്ന് നല്ല വ്യാപാട് വല്ല അടിച്ചിപ്പം വീങ്ങി അവന്മാര്. സ്വോത്ര കാഴ്ചയെല്ലാം നന്നായിട്ട് അവന്മാര് കൊണ്ടുപോട്ടെ. അർഹതയുള്ളവന്മാര് കൊടുക്കത്തുമില്ലായിരുന്നല്ലോ. പാവം പിടിച്ച ഉപദേശിമാരിപ്പോഴും ഉണ്ട്. ലോക്കൽ പാസ്റ്റർ കൊടുക്കുകയല്ല. അവന്മാരിങ്ങോട്ട് വരുമ്പം നിന്നെ എല്ലാം കളിപ്പിച്ചു പോട്ടെ. ഇനിയും കുറെ അവന്മാരോട് മിക്കവാറും പോകാൻ സാധ്യത. സ്തോത്രം. പെന്തിക്കോസായ ഞാൻ പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ടതാ ഭാഗ്യം. പിന്നെ എൻ്റെ ശൈലി പറയാ, ഈ പെന്തിക്കോസ് വന്നതാ ഭാഗ്യം. അവിടെ ഞാന് പെന്തിക്കോസുകാരനാന്ന് പറഞ്ഞതിൽ അഭിമാനിക്കുന്ന ആളാ. എനിക്ക് യാതൊരു ലജ്ജയില്ല. പെന്തിക്കോസുകാരനായതിൽ അഭിമാനിക്കുന്ന ആളാ ഞാൻ. ഈ മാർഗത്തിൽ വന്നതാ ശ്രേഷ്ഠത, ഈ മാർഗത്തിൽ വന്നതാ ഭാഗ്യം. ശലോമോന്റെ പല്ലക്കും അവന്റെ പല്ല് ഒന്നും കണ്ട് നീ മയങ്ങരുത്. ഇവള് കൃപ പ്രാപിച്ച പെൺകൊച്ച. അവള് ശലോമോന്റെ പല്ലക്കല്ല കണ്ടത്. ഇവള് ശലോമോനിൽ വലിയവൻ കെറൂബിനെ വാഹനമാക്കി വരുന്ന കണ്ടു. കെറൂബുകൾ സറാബുകൾ ദൂതേരിവർ, കെറൂബുകൾ സറാബുകൾ ദൂതരിവർ, സ്വർണ്ണ കഹളം കരത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ. സ്വർണ്ണ കഹളം കരത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ. വാനിൽ വാനിൽ വരുന്നു ശീഘ്രമാ, വാനിൽ വാനിൽ വരുന്നു ശീഘ്രമാ. ലക്ഷോപലക്ഷം ദൂത സേവിത നിതാ, ലക്ഷോപലക്ഷം ദൂത സേവിത നിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘാരൂഢന, യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘാരൂഢന. വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ. ലോകത്തിന്റെ പ്രഭുവാകുന്ന ശലോമോൻ പല്ല് കാണിച്ച് പല്ലക്കയിൽ വരുമ്പോൾ ലോകത്തെ ഈ സകലത്തെ സൃഷ്ടിച്ച ശലോമോനിലും വലിയവനാകണവൻ കെറൂബിനെ വാഹനമാക്കി വരുന്നത് ആത്മക്കണ്ണിൽ കാണണം. എനിക്ക് വെളുക്കുവോളം പ്രസംഗിച്ചാൽ കൊള്ളാന്നുണ്ട് ഞാനതിൻ്റെ ഒരു മുഖവര വന്നതേ ഉള്ളൂ. എങ്കിലും ചിലർ വാച്ച് നോക്കുന്നതന്നെ നോക്കുന്നു. അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. എന്നാൽ ഇച്ചിരിയുടെ പറഞ്ഞ ചെയ്ത് നിർത്തുന്നുള്ളൂ. പിന്നെ അല്ലെ എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാകും. പിന്നെ ദൂരം ബന്ധപ്പെട്ട് ഞാൻ വന്നേച്ച് 2 കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഒന്ന്, ഇവന്റെ പല്ലക്ക് കണ്ട് ഇവള് മയങ്ങിയില്ല. അവൻ കെറൂബിനെ വാഹനമാക്കി വരുന്നത് ഇവള് കണ്ടു. കാണാൻ കാരണം സഭയാകുന്ന ഭവനത്തിൽ പരിശുദ്ധാത്മാവാകുന്ന പോറ്റമ്മയാൽ ഉപദേശം പഠിച്ചവളാ. ഇവളാരാണെന്നാ ചോദ്യം. അവൾ ഉപദേശം പഠിച്ചവളാ. 2, ഈ ശലോമോന്റെ എഴുന്നള്ളത്ത് കാണിച്ചു. അതൊക്കെ കാണുമ്പോൾ ഒരുമാതിരിപ്പെട്ടതൊക്കെ അങ്ങ് എഴുന്നള്ളത്ത് മേക്കട്ടി കണ്ടിട്ടില്ലേ? മേക്കട്ടി, പിന്നെ കീക്കട്ടി. മേക്കട്ടി ചിലപ്പോ 1ഉം 2ഉം കട്ടിയായിരിക്കും. മേക്കട്ടി.
അപ്പൊ ഈ മേക്കട്ടിക്കാലും വെള്ളിയും ചാരും പൊന്നുമൊക്കെയാ. ഇത് കാണുമ്പം ഭയങ്കര എഴുന്നള്ളത്താ. അത് വെടിയുണ്ട്, കുടയുണ്ട്, ഒത്തിരി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചും വരുമ്പളേ പിന്നെ ആ വരവൊക്കെ എന്തൊരു കേമമാ ശലോമോന്റെ എഴുന്നള്ളത്ത്. അപ്പൊ ശലോമോന്റെ എഴുന്നള്ള അതൊന്ന് വായിച്ചേച്ച് നമുക്ക് അടുത്ത എടുക്കാം. ആ 7-ാമത്തെ വാക്യത്തിന് 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിന്റെ അടുത്ത ഭാഗം. ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട്. ആ ശലോമോന്റെ എഴുന്നള്ളത്തിന് ചുറ്റും 60 വീരന്മാർ അതിന്റെ ചുറ്റിലുമുണ്ട്. അടുത്തത് അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ. എല്ലാ മിടുക്കന്മാരാ. BTH, BD, MDH, റിസർച്ചും പിന്നെ 10-15 വർഷം സെമിനാരി പഠിത്തോ. ഓ മിടുമിടുക്കന്മാർ വാളെടുത്ത വീരന്മാർ, യുദ്ധവീരന്മാർ 60 എണ്ണം, 60 വീരന്മാർ. ഇതാണ് ശലോമോന്റെ എഴുന്നള്ളത്ത്. അപ്പൊ ഒരുമാതിരിപ്പെട്ടവർ ഈ മേക്കട്ടിക്കാലും ആ വെള്ളിയും ആ പൊന്നും കാണുമ്പോ അങ്ങ് മയങ്ങ്. നമുക്കിവിടെ വെള്ളിയില്ല, പൊന്നുമില്ല. ഉണ്ടായിരുന്ന ഒരു ജലജമാല ഉണ്ടായിരുന്നു, അത് ഊരി ഒരു എന്തുവാ മഴത്തുള്ളി കമ്മല്, അത് ആത്മാവിലായപ്പോൾ അതും ദൂരോട്ട് കളഞ്ഞു. അവിടെ ചെന്നപ്പോൾ മേക്കട്ടിക്കാല്, വെള്ളി, പൊന്ന്, ചാര്, ഓ ഭയങ്കര എഴുന്നള്ളത്ത്. അപ്പൊ ഒരുമാതിരിപ്പെട്ടവർ എഴുന്നള്ളത്ത് കണ്ട് മയങ്ങും. പക്ഷെ ഇവള് ആത്മക്കണ്ണ് തെളിഞ്ഞവളാ. ഇവൾ ശലോമോന്റെ എഴുന്നള്ളത്തല്ല കണ്ടത്, ഇവൾ ആത്മക്കണ്ണ് തെളിഞ്ഞ് ദൈവത്തിന്റെ എഴുന്നള്ളത്ത് കണ്ടു. വായിച്ചേ 68-ാം സങ്കീർത്തനത്തിന്റെ 24 മുതലുള്ള വാക്യം. ദൈവത്തിന്റെ എഴുന്നള്ളത്ത് വായിര്. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. പിന്നെ സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിൻപിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. അവിടെ അവരുടെ ചെറിയ നായകനായ ആ ബെന്യാമീനും പിന്നെ യഹൂദാ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ദൈവമേ മതി വ്യാഖ്യാനിക്കാൻ നേരമില്ല. അതുകൊണ്ടാണ് ശലോമോന്റെ എഴുന്നള്ളത്ത് 60 വീരന്മാര് ഒന്നിച്ചു വന്ന് എഴുന്നള്ളപ്പോൾ ഇവള് ദൈവത്തിന്റെ എഴുന്നള്ളത്ത് കണ്ടു. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട്. എൻ്റെ ദൈവവും രാജാവായ എൻ്റെ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള എഴുന്നള്ളത്ത്. ഇന്ന് രാത്രി ആത്മക്കണ്ണ് തെളിഞ്ഞ് ലോകപ്രഭുവിൻ്റെ എഴുന്നള്ളത്ത് കണ്ട് മയങ്ങരുത്. ആമൻ. ലോകത്തെ ഈ സകലത്തെയും ചമച്ചവൻ്റെ എഴുന്നള്ളത്ത് കാണണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മക്കണ്ണ് തെളിഞ്ഞേ പോകാമോ? മരുഭൂമികൾ തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരു വളാർ. 1 ശലോമോന്റെ പല്ലക്ക് കണ്ട് മയങ്ങാത്തവൾ. 2 എഴുന്നള്ളത്ത് കണ്ട് മയങ്ങാത്തവള്. ഒരു 10-18 കൂട്ടം കാര്യമാണ് പറയേണ്ടത്, ഞാൻ മുതിരുന്നില്ല. 2 കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. 3 എവളെ മയക്കാൻ വേണ്ടി ശലോമോൻ ഇവന്റെ അധികാരം ഉപയോഗിച്ച് ഇവളെ പിടിച്ചു വലിച്ച് ശലോമോന്റെ പള്ളിയറക്കകത്ത് കൊണ്ടിട്ടു. ശലോമോന്റെ പള്ളിയറ ദന്തിയെന്ന് കൊണ്ടുള്ളതല്ലയോ? ആ പള്ളിയറക്കകത്ത് നല്ല സപ്രമഞ്ച കട്ടിലും അതിന്റെ ലൈറ്റും അറേഞ്ച്മെന്റ്സും ഒക്കെ കേമമാ. ഇവള് വെയിൽ കൊണ്ട് മുന്തിരിത്തോട്ടത്തിന്റെ അവിടെ കിടന്നതല്ലയോ? കറുത്തുമൊക്കെ ഇരിക്കുക. ഇവളെ പിടിച്ചു കെട്ടി മഹാരാജാമകനെ ശലോമോന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് പള്ളിയറ. ശലോമോൻ വിചാരിച്ചത് ഈ പരവതാനിയും പള്ളിയറയും ഈ ലൈറ്റും ഈ പണിയും ഈ ചിത്രപ്പണിയും ഇതെല്ലാം കണ്ട് ഇവളി കട്ടിലെ തന്നെ മയങ്ങി കിടന്നോളമെന്നാണ് ഈ വീട്ടിൽ വിചാരിച്ചത്. പക്ഷെ ഇവൾ ആത്മക്കണ്ണ് തെളിഞ്ഞവളാ. ഇവള് ശലോമോന്റെ പള്ളിയറ കിടന്നില്ല. അവളെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ്. ചരിത്രം പറയുന്നത് ആ കിളിവാതിലുണ്ട്, കിളിവാതിൽ കൂടെ തല വെളിയിലോട്ടിട്ടേച്ച് ഗിലെയാദ് മലഞ്ചെരിവിൻ്റെ ആ വശത്തോട്ട് നോക്കി വെച്ച് ഇവൾ അവിടെ കിടന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് കിളിവാതിൽ കൂടെ തല ഇട്ടേച്ച് പറഞ്ഞു, എൻ്റെ പ്രിയ നിന്റെ പിന്നാലെ എന്നെ വലിക്കാം, നാം ഓടിപ്പോകാം. രാജാവിനെ പള്ളിയറക്കകത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചേ. 1:4. നിന്റെ പിന്നാലെ എന്നെ വലിക്കാം, നിന്റെ പിന്നാലെ എന്നെ വലിക്കാം, നാം ഓടിപ്പോകാം. രാജാവിനെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കൃപ പ്രാപിച്ചവരുടെ സംസാരം കേട്ടോ. എനിക്ക് ശലോമോന്റെ പള്ളിയറയും ഈ പള്ളിക്കെട്ടിലും ഈ പള്ളിമത്തയും ഈ പരവതാനിയല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് നിന്നെ ആവശ്യം.
കാരണം നീയാ എനിക്ക് വേണ്ടി ജീവനെ തന്നത്, നീയാ എനിക്ക് വേണ്ടി രക്തം ചിന്തിച്ചത്, നീയാ എന്നെ കോരിയെടുത്തത്, നീയാ എനിക്ക് മുത്തമിട്ടത്, നീയാ എന്നെ ഭവനത്തെ കൊണ്ടാക്കിയത്. നീ മാത്രമാണ് എൻ്റെ രക്ഷിതാവ്. എനിക്ക് ഇവനെ വേണ്ട, എനിക്ക് നിന്നെ മതി. നിന്റെ പിന്നാലെ എന്നെ വലിക്കാം, നമുക്ക് ഓടിപ്പോകാം. ഇന്നത്തെ ശൂലേമിയാണല്ലോ, ഇന്നത്തെ ശൂലേമിയാന്ന് ആ പള്ളി മെത്തേന്ന് എഴുന്നേക്കത്തില്ലല്ലോ. ഒത്തെങ്കിൽ മെത്ത ഇരുന്നായിരിക്കും സാക്ഷി പറയുന്നത്. 2 ശീലി പാട്ടുമൊക്കെ പാടി, കൃപയാലും ഞാനിതിനൊന്നും, കൃപയാലി കൊട്ടാരത്ത് വരുവാൻ ദൈവം വേണേ 2 ശീലി പാട്ടും പാടും. അർഹിക്കാത്ത ശലോമോന്റെ കൊട്ടാരത്തിൽ കിടന്നാണോ? ഇന്ന് രാത്രി കത്തതയും ദാരിദ്ര്യവും ദുഃഖവും ഞെരുക്കമുണ്ടെങ്കിലും ലോകമോഹിയുടെ കൊട്ടാരത്തിൽ കിടന്ന് സൂഹിക്കാനല്ല, നിനക്ക് വേണ്ടി ജീവൻ തന്നവന്റെ പിന്നാലെ യാത്ര ചെയ്യണം. കഷ്ടങ്ങൾ വരട്ടെ, നഷ്ടങ്ങൾ വരട്ടെ, പോരാട്ടം വരട്ടെ, പ്രതികൂലം വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, തളർന്നു പോകരുത്. ഇന്ന് രാത്രി അവന്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. അവൻ ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളും സാരമില്ലെന്നെ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച് സന്തോഷത്തോടെ അവന്റെ പിന്നാലെ യാത്ര ചെയ്യാം. ഇന്ന് രാത്രി ശലോമോനിലും വലിയവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ബാക്കി ഭാഗമൊന്നും ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നില്ല. എല്ലാവരും ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ച് മരുഭൂമികൾ തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ. ഒറ്റവാക്കി പറഞ്ഞങ്ങ് നിർത്താം. ശലോമോന്റെ പള്ളിയറ കണ്ട് ശൂലേമി മയങ്ങിയില്ല. എൻ്റെ ഭാഷ പറഞ്ഞാൽ ഇവൾ ആ പള്ളിയറ കിടന്നിട്ട് ശലോമോനും വലിയവൻ ഇവൾക്ക് വേണ്ടി ഒരുക്കുന്ന മണിയറ കണ്ടു. ആ മണിയറയാണ് വെളിപ്പാട് 21. ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുന്നൊരു സൗധം. അത് ദൈവം തമ്പുരാൻ നിർമ്മിക്കുന്നതാ. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ തോന്നിയിട്ടുമില്ല. ആമൻ കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ പൈതല് നിനക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് പരന്നുകൊണ്ടിരിക്കുക. പോകാൻ നേരത്ത് പറഞ്ഞാച്ചാ പോയത്, ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോയാ, ഞാൻ സ്ഥലമൊരുക്കിയാൽ വീണ്ടും തിരിച്ചു വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർത്തുകൊള്ളു. ഈ പ്രത്യാശ ഇന്ന് രാത്രി നമ്മെ ഭരിക്കട്ടെ. ലോകത്തിൻ്റെ മോഹം കണ്ട്, ലോകത്തിൻ്റെ ആഡംബരം കണ്ട്, അവൻ്റെ പ്രൗഢി കണ്ട് മയങ്ങിപ്പോകരുത്, പിന്മാറരുത്, തകർന്നു പോകരുത്. ഇന്ന് രാത്രി ആ നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ ആരാധിക്കുവാൻ, ക്രിസ്തുവിനെ സേവിക്കുവാൻ, അവനെ സാക്ഷിക്കുവാൻ, അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ, എല്ലാറ്റിലും ഉപരി നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ മണിയറയിൽ ചെല്ലുവാൻ. 12 ഗോപുരങ്ങളും 12 വാതിലുകളും 12 മുത്തുകളും 12 പേരുകളും വൈഡൂര്യം, നഗവർണി, പുഷ്യരാഗം, ഗോമേരകം, പൽപരാഗം, സുഗന്ധരക്തം ഇത്യാദി രക്തങ്ങളാൽ അലങ്കൃതമായ പട്ടണം, വീത് സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമായ പട്ടണം നമുക്ക് വേണ്ടി അവൻ ഒരുക്കുക. ശലോമോന്റെ പള്ളിയറ കണ്ട് മയങ്ങരുത്. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഒരുക്കുന്ന മണിയറ കണ്ട് ആത്മക്കണ്ണ് പ്രകാശിച്ച് വേണം ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തുമില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. നമ്മുടെ പ്രത്യാശ ഇന്ന് രാത്രി പുതുക്കുക. ലോകമോഹത്തിൽ ആഡംബരത്തിൽ അവൻ കുടുങ്ങിപ്പോകാതെ ഇന്ന് രാത്രി പ്രത്യാശ വർദ്ധിക്കട്ടെ. ശക്തിയോടെ ദൈവത്തെ അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. ശലോമോനിലും വലിയവൻ ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. ഇനി നമുക്കെല്ലാം കൂടെ ചേർന്ന് കൈയടിച്ച് 2 ശീലി പാട്ട് പാടി പിരിയുക. അപ്പോൾ പാട്ടുകാരോട് ചേർന്ന് ഒന്നിച്ച് യോജിച്ച് അവൻ കൈകളടിച്ച് ആ വാദ്യോപകരണങ്ങളെല്ലാം കൂടെ മീട്ടി ഒന്നിച്ച് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. എഴുന്നേക്കാൻ പറഞ്ഞാൽ പുറകെ ഇരിക്കുന്നവർ എഴുന്നേറ്റ് അങ്ങ് പോകും. അപ്പോൾ ഇരുന്നാൽ മതി. സ്റ്റേജിൽ ഇരിക്കുന്ന കർത്തദാസന്മാരൊന്ന് എഴുന്നേക്കുന്നെങ്കിൽ സന്തോഷം. ബാക്കിയുള്ളവർക്ക് അവിടെ ഇരിക്കാൻ 2 ശീലി പാട്ട് പാടി നമുക്ക് അങ്ങ് പിരിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എരജല്ലേം പുത്രിമാരൻ ചുറ്റും നിന്ന് രാപകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാചാരന്മാര് മണ്ണെ പ്രതി മാണിക്കം വെളിയുകില്ല ഞാൻ.
ഈ മണ്ണ് പ്രതി മാണിക്യം വെളിയുകില്ല ഞാൻ. കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ സുന്ദരമാനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാചാരന്മാരെ വരിക്കുമോ മണ്ണ് പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ കോടിയോടു കൂടെ പാടി വിളിച്ച ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ കോടിയോടു കൂടെ പാടി വിളിച്ച സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി യാത്ര പ്രാകൃതരാചാരന്മാർ ഭരിക്കുമോ വത്സല മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നു. ഓ പ്രേമാവിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നു. സുന്ദരനാമനോഹര നിന്റെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാചാരന്മാരെ വാരിക്കുമോ വത്സല മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാമനോഹര നിന്റെ പിരിഞ്ഞി ലോകയാചാരന്മാരെ വാരിക്കുമോ വത്സല മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പുത്രിമാരെ ചുറ്റും നിന്നു പ്രിയരോടുള്ള അനുരാഗം അവർ നേടുക. ഓ യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നു പ്രിയരോടുള്ള അനുരാഗം അവർ നേടുക. നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെടിയുകില്ല ഞാൻ. ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല. നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇതുവരെ നിങ്ങൾ സഹകരിച്ചു, ശുശ്രൂഷയിൽ സഹകരിച്ചതിന് നന്ദി. എല്ലാവർക്കും വേണ്ടി നേരിട്ട് നിൽക്കാം. അടുത്ത് നിൽക്കുന്ന സഹോദരന്മാർ തമ്മിൽ സഹോദരിമാർ തമ്മിൽ കരം കൊടുത്ത് വിശുദ്ധയുമ്പനം കൊടുത്ത് ആമൻ ദൈവത്തെ മഹത്വപ്പെടുത്താം. മാറാ നാല നമ്മുടെ കർത്താവ് വേഗം വരുന്നു. മാറാ നാല നമ്മുടെ കർത്താവ് വേഗം വരുന്നു. നമ്മുടെ ഈ പ്രാവശ്യത്തെ സെൻട്രൽ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിയാണല്ലോ. മാറാ നാല ഹല്ലേലൂയ. ആമൻ കർത്താവ് വരാൻ താമസിച്ച ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത വർഷം കൂടുവാൻ അവസരം ദൈവം തരട്ടെ. രണ്ട് ശീലൂടെ ചേർന്ന് പാടിയാട്ടെ. എന്ന് കാണാമെന്നെ രക്ഷ നായകനെ എന്നു കാണാമിനി എന്നു കാണാം. എന്റെ രക്ഷ നായകനെ എന്നു കാണാം. ലക്ഷങ്ങളിൽ ലക്ഷണമോത്തൊരു പ്രാണനായകൻ യേശുവിനെ. ലക്ഷങ്ങളിൽ ലക്ഷണമോത്തൊരു പ്രാണനായകൻ
യേശുവിനെ എന്തോ കാണാം ഇനി എന്തോ കാണാം എന്റെ രക്ഷ നായകനെ എന്തോ കാണാം എന്തോ കാണാം ഇനി എന്തോ കാണാം എന്റെ രക്ഷ നായകനെ എന്തോ കാണാം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. വിശ്വസ്തരും വിശുദ്ധരുമായി ആ ശൂലേമിയെ പോലെ പ്രിയനെ ചുംബിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ, അവന്റെ അടുക്ക ചെന്ന് ചേരുവാൻ നമുക്കിടയാകട്ടെ എന്ന് ആശീർവദിച്ചും പ്രാർത്ഥിച്ചും എന്നെ ക്ഷണിച്ചവർക്ക് നന്ദി ചൊല്ലി വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും